ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏകദേശം ഒരു 40 ദിവസത്തോളം ആവുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത്. നിലവിൽ ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ബിഗ് ബോസ് കോർണറായി പോയിട്ടുമില്ല. പക്ഷേ ജാസ്മിൻ ജാഫർ അല്ലെങ്കിൽ നോറ എന്ന രണ്ട് വ്യക്തികളെ ബിഗ് ബോസിൽ കാണാത്ത ഒരു ദിവസം പോലും കാണത്തില്ല. അവർ വായിട്ടലക്കാത്തൊരു ദിവസം കാണത്തില്ല, അവർ കരയാത്തൊരു ദിവസം കാണത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ലാത്ത ഒരു ദിവസം പോലും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് നിഷ്പക്ഷം പറയാൻ സാധിക്കും ബിഗ് ബോസ് സീസൺ 6 നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോറ, ജാസ്മിൻ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസിന്റെ ബേസിൽ തന്നെയാണ്. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു ഷോ റൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് ഇത്രയും ദിവസം ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയത്തില്ല. കാരണം ആ വ്യക്തി കാണിച്ചു കൂട്ടി ഒരുപാട് കാര്യത്തിന്റെ ബലമായിരിക്കും ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിനൊരു മറുപുറം നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നു, ലാലേട്ടനടുത്ത് പല കാര്യങ്ങളും തുറന്നു പറയുന്നു. അതിനുശേഷം വലിയൊരു കരച്ചിൽ എന്ന് പറയുന്ന ഒരു ഡ്രമാറ്റിക് പരിപാടിയൊക്കെ കാണിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന റിക്കവർ ആവുന്നു. എല്ലാം കഴിഞ്ഞ് വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരുന്നു. ആ ഒരു തിരിച്ചു വരവിൽ നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെങ്കിലും മുന്നോട്ട് വന്നേ പറ്റൂ എന്ന് പറയുന്ന നിൽക്കുന്ന സമയത്ത് ഒരു പവർ ഹൗസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നു. ആ പവർ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇതുവരെ ഒരു പവർ ടീം കാണിക്കാത്ത പല രീതിയിലുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. പവർ ഹൗസിന്റെ പവർ ഏത് രീതിയിലാണ് അവർക്ക് വിനിയോഗിക്കേണ്ടതെന്ന് വരെ ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഈവൻ ഡോർ ലോക്ക് ചെയ്യുന്ന പരിപാടികളാണെങ്കിൽ ശരി, മറ്റുള്ള വ്യക്തികൾക്ക് അറിയാത്ത കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് മുന്നോട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു കിഡ്ലം ഗെയിം സ്ട്രാറ്റജി എന്ന രീതിയിലാണ് ഈ പറയുന്ന സിബിന്റെ ബിഗ് ബോസ് പവർ ടീം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ടീം സത്യം പറഞ്ഞാൽ കോർണർ ചെയ്യുന്നത് ഗബ്രി, ജാസ്മിൻ, നോറ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് നിലവിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഗബ്രിയുടെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. കാരണം ഗബ്രി ഒരു വലിയ രീതിയിലുള്ള സപ്പോർട്ട് ജനങ്ങളുടെ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടത്തില്ല ഉള്ള കാര്യമാണ്. കാരണം അവന്റെ ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല ആക്ടിലൂടെ കാണിക്കുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുക, ബാക്കിൽ നിന്ന് സംസാരിക്കുക, പലരെയും പുഷ് ചെയ്ത് മുന്നോട്ട് വിടുക എന്നുള്ളത്. ആ പുഷ് ചെയ്ത് മുന്നോട്ട് വിടുന്നത് ഈ പറഞ്ഞ മലയാളി ഓഡിയൻസിന് അത്ര ദഹിക്കത്തില്ല. നമുക്കെപ്പോഴും മുന്നിൽ നിന്ന് കളിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ ഒന്നിച്ച് മുന്നോട്ട് നിന്ന് സംസാരിക്കുന്ന വ്യക്തിയിലേക്കായിരിക്കും സത്യം പറഞ്ഞ ബിഗ് ബോസ് കോർണറായി പോകുന്നത്. നമ്മൾ ഈ അഖിൽമാരാറിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പൊ ഇതിനു മുമ്പുള്ള റോബിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, സാബുമോന്റെ കാര്യത്തിലാണെങ്കിലും ശരി, മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തികളിലേക്കാണ് ബിഗ് ബോസ് കോർണറായി പോകുന്നത്. അത് ഈ പറഞ്ഞ സിബിലിലോട്ടൊന്നും ഒരിക്കലും കോർണറായി പോകത്തുമില്ല. നമുക്ക് പറഞ്ഞു വരാം. അപ്പം ഇവർ ഈ പവർ ഹൗസിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിനിയോഗിക്കുന്ന ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളുടെ മുന്നിലേക്ക് ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഈ കോർണർ ആവുന്ന വ്യക്തിയിലേക്ക് ഒരു ഫേവറിസം വരും. ഫേവറിസം വരാതിരിക്കത്തില്ല. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം അല്ല, ഇത് കണ്ടിന്യൂസ് ഇത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിലവിൽ ഇനി അത് തന്നെയാണ് കോണ്ടന്റ്. കാരണം ജാസ്മിൻ, ഗബ്രി, ഈ പറയുന്ന അല്ലെങ്കിൽ നോറ, അല്ലെങ്കിൽ അവരുടെ കൂടെ സഹകരിക്കുന്ന ഈ ചിലപ്പോൾ അർജുൻ, കുറച്ചു പേരെ ഒരു സൈഡിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഒന്നിച്ച് നിൽക്കുക. ബാക്കി എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട്, ഇപ്പൊ ഒരു വ്യക്തിയുടെ ചുറ്റും ഒരു കൂട്ടം കാണുമെന്ന് പറയുമല്ലോ, അത്തരത്തിലൊരു വ്യക്തിയാണ് സിബിൻ എനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു വിന്നർ എന്ന തരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ബാക്കിൽ നിന്ന് കളിക്കുക, അല്ലെങ്കിൽ അവന് കളി അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൊറിയോഗ്രാഫറാണ്, DJ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ക്രൗഡിനെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാം. അവർ ഏത് വൈബിലോ മെന്റൽ സിറ്റുവേഷനിലൊക്കെ നിന്നാലും അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അവന് കൃത്യമായിട്ട് അറിയാം. അത് അവൻ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ആ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് സത്യം പറഞ്ഞാൽ വേണ്ട അതായിരുന്നു. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, അതായത് ഇപ്പൊ അവന്റെ ടീമിലുള്ള ശരണ്യ ആയാലും ശരി, ഈ പറയുന്ന ആരാണ് നമ്മുടെ മുടിയനാണെങ്കിലും ശരി, അവർക്കൊരു മോഡറേറ്റർ എന്ന രീതിയിൽ ഒരു വ്യക്തിയെ വേണം. അവർ പറയുന്ന കാര്യത്തിനൊത്ത് താളത്തിൽ തുള്ളാൻ വേണ്ടിയിട്ട് ഏതിനും പോകുന്ന രണ്ട് വ്യക്തികളായി ഈ പറയുന്ന ശരണ്യാണെങ്കിലും ശരി, ഈ പറയുന്ന മുടിയനാണെങ്കിലും ശരി. പിന്നെ പൂജ ഇവർ എന്തിനാണ് അട്രാക്ട് ചെയ്ത് അടുത്തേക്ക് നിർത്തിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്ക് ഇവന്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവും. എന്തെങ്കിലും ഒരു ഭാഗത്ത് ഇവനൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ അവന് കൃത്യമായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് പൂജയെ ദുഷിപ്പ് പറയത്തില്ല, അല്ലെങ്കിൽ പൂജയെ അകറ്റി നിർത്തത്തില്ല. പൂജയെ പല കാര്യങ്ങളും പറഞ്ഞ് പൂജ നീ സൂപ്പറാണ് എന്ന രീതിയിൽ, നിന്റെ ഗെയിമും നല്ലതാണ്, നിന്റെ ഗെയിം നല്ല ഇഷ്ടപ്പെടും, നീ എല്ലാം പഠിച്ചിട്ടാണില്ലേ വന്നത് എന്ന് പറഞ്ഞ് അവളെ ഒന്ന് പൊക്കി അടുത്ത് പിടിച്ച് നടത്തുന്നത് കൂടുതൽ അവന് നല്ലൊരു കാര്യത്തിലാണ്. പിന്നെ അടുത്ത കോണ്ടസ്റ്റന്റ് ആരാ? ജാൻമണിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മറ്റൊരു വ്യക്തിയെ ദുഷിപ്പ് പറയുക, അല്ലെങ്കിൽ ജാൻമണിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാൻമണി ഉടനെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഫാനായിട്ട് മാറും. അത് നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ കണ്ടുവന്നൊരു കാര്യം. അതുകൊണ്ട് ജാൻമണിയെ കയ്യിലെടുക്കുക എന്നുള്ളത് ജുജുബിക്കാസ ചെറിയ 50 പൈസ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. പിന്നെ ജിൻഡോ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഈ പറയുന്ന ഒരു സർക്കസ് ആയിട്ട്, സിബിന്റെ ഒരു സർക്കസ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ ജോക്കറാണ് ഇവൻ.
പവർ കൊടുക്കുക, അധികാരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരവും എന്ത് പൊട്ടത്തരവും കാണിക്കാൻ ഭാഗത്തിൽ നിൽക്കുന്ന ഒരു മണ്ടൻ എന്ന രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ ഗെയിം പ്ലേയെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ പൊട്ടന്മാരാണ് എന്ന് വിചാരിച്ച് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. 10-40 വയസ്സായ ഒരു ആളാണ്, ഞാൻ കല്യാണം കഴിച്ച് ജീവിത അനുഭവങ്ങളുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിവോഴ്സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നിൽ കൂടുതൽ ജിമ്മുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്, സെലിബ്രിറ്റി ട്രെയിനറാണ്. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പാകത്തിലുള്ള പല പല കാര്യങ്ങൾ ഡേ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലേക്ക് വന്നിട്ട് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വെറും പൊട്ടത്തരം മണ്ടത്തരം ഇന്ന് തന്നെ കാണിച്ചു കണ്ടില്ലേ, നോറ ചോദിച്ചിട്ട് വളി വിട്ടിട്ട് ആൻസർ കൊടുക്കുന്നത്. അതൊക്കെ ഒരുപാട് കയ്യടി കിട്ടുന്ന കാര്യമായിരിക്കും, വലിയ റീൽസ് ആയിട്ടൊക്കെ കിടന്ന് ഓടുന്ന കാര്യമായിരിക്കും. പക്ഷേ അതിനകത്ത് എന്താണ്, അതിനകത്ത് ഒരു വ്യക്തി ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേന് അതിനകത്ത് എന്താണ് സത്യസന്ധത, അല്ലെങ്കിൽ അവനോട് പറയേണ്ട മറുപടി അതാണോ? കൃത്യമായിട്ട് കുറച്ച് ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ജിൻഡോയെ അങ്ങോട്ട് എഴുന്നേപ്പിച്ച് നിർത്തി ചോദിക്കുകയാണെന്ന് കണ്ടല്ലോ, ജിൻഡോയ്ക്ക് ഇതിനൊന്നും മറുപടി കാണത്തില്ല. സത്യം പറഞ്ഞാൽ മറുപടി കാണത്തില്ല. വെറും പൊട്ടൻ നിന്ന് ചിത്രീകരിക്കുന്നു. അവൻ അറിയാൻ തെറ്റാണെന്നുള്ളൊരു കാര്യം. തെറ്റാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ചെയ്യുന്ന കാരണം എന്താണെന്ന് പറയും, ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റു കണ്ടസ്റ്റൻസ് അവനെ സപ്പോർട്ട് ചെയ്യും. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനൊരു മണ്ടനാണെന്ന് ഇവർക്ക് അറിയാം, അതുകൊണ്ട് ഇവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണ ബിഗ് ബോസ് ഹൗസിൽ കിടന്ന് കറങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ ജാൻമണി ഇവരടുത്ത് ഈ പവർ ടീമിലേക്ക് കയറ്റി, അല്ലെങ്കിൽ പവർ ടീമിന്റെ ഭാഗമായി വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും അടുത്ത നോമിനേഷനിൽ എന്തായാലും പുറത്തേക്ക് പോകാൻ പോകുന്നത്. ഒരു ഡിസേർവിംഗ് അല്ലാത്തൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന് ഹൗസിനകത്ത് ബിഗ് ബോസിന്റെ കൊടുത്തിട്ടുള്ള ചില റൂൾസിന്റെ പ്രൊട്ടക്ഷൻ കാരണം അകത്തോട്ടൊക്കെ ഇരുന്ന് പോകുന്നുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിൽ ഒരു നല്ല വ്യക്തിയെ പുറത്തോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അർജുൻ ശ്രീധുവിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ അവരുടെ കോണ്ടന്റിലെ രാത്രി തന്നെ അവരുടെ ലൈവ് ഒക്കെ കാണാൻ നിങ്ങൾ കയറി നോക്കണം. ഓൾമോസ്റ്റ് ഒരു 15,000 ആൾക്കാരൊക്കെ രാത്രി 1 മണി 2 മണിക്കൊക്കെ ഈ പറയുന്ന ലൈവ് ഒക്കെ കാണുന്നുണ്ട്. കാരണം ചെറിയ സന്തോഷങ്ങളും ചെറിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് അവരുടെ ഒരു ലൈവ് ഒക്കെ കടന്നു പോകുന്നത്. കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. ഈ പറയുന്ന ഗബ്രി ജാസ്മിന്റെ പരിപാടി പോലുള്ള വലിയ അരോചകമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നോറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 4-5 നോമിനേഷനായി കൊച്ച് 4ാമത്തെ നോമിനേഷനിലേക്കാണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇപ്പോഴും. അപ്പം ഇപ്പോഴും വീണ്ടും റിക്കവറായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വരുന്നത് തീർച്ചയായിട്ടും തന്നെ റിക്കവറായിട്ട് മുന്നോട്ട് പോകും. കാരണം അവിടെ ഒറ്റയ്ക്ക് കളിക്കുക, അവിടെ കരയുന്നുണ്ടോ എടുക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊന്നുമല്ല, നോറ ഒറ്റയ്ക്ക് കളിക്കുക. നമ്മൾ ഫസ്റ്റ് വീഡിയോ നോറയുടെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനല്ല, നോറ ചെയ്യുന്നതിനകത്ത് കാര്യമുണ്ട്, അല്ലെങ്കിൽ നോറ നിൽക്കുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം ആ പെണ്ണ് വലുതായിട്ട് ആരുടെ അടുത്തൊന്നും ഒരു സപ്പോർട്ട് മേടിക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ പലരും അവളെ കുറിച്ച് നല്ല വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചവിട്ടുപടിയായിട്ട് സ്വീകരിച്ചിട്ട് അത് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു ആക്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നോറെ നമുക്ക് ഒരു ടോപ്പ് 5ലേക്ക് എത്താൻ പാകത്തിലുള്ള നിലവിലൊരു മെന്റൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ നിലവിലൊരു ഗെയിം പ്ലാനോട് കൂടി കളിക്കും. പ്ലാൻ എന്ന് പറയാൻ പറ്റത്തില്ല, നിലവിലൊരു ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജാസ്മിൻ ഒരുപാട് കോർണർ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ജാസ്മിനിലേക്ക് മറ്റു പ്രേക്ഷകർക്ക് അട്രാക്ഷൻ കൂട്ടും. കാരണം ഈ 30 ദിവസം 40 ദിവസത്തിൽ നടന്നൊരു കാര്യത്തെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും അല്ലെങ്കിൽ 70 ദിവസം വരെ പിടിച്ചുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ നിലവിലെ ബിഗ് ബോസ് ഹൗസ് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ ടീം ചെയ്തിരിക്കുന്ന പരിപാടി ആ ഒരു സംഭവം തന്നെ, ആ ഒരു കണ്ടന്റ് ഉടനെ അവർ മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അരോചകമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്. കാരണം ഒരു 2 വ്യക്തിയിലേക്ക് മാത്രം ഈ ഗെയിം കോർണർ ചെയ്ത് പോകുന്നതിനകത്ത് എന്തർത്ഥം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാറ്റി പിടിക്കണം. അതിനകത്ത് മാറ്റി പിടിക്കാൻ പാകത്തിലുള്ള കണ്ടന്റുകളെല്ലാം ഇവർ അടുത്തോട് ചേർത്ത് പിടിച്ചിരിക്കുക. അത് സത്യം പറഞ്ഞാൽ അവർ അറിയുന്നില്ല. ഈ നിപ്പില് ഈ പറയുന്ന സിബിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ, അതായത് ബാക്കി വ്യക്തികൾ, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ ഉൾപ്പെടെയുള്ളവര് വാഴ്ത്തി വെച്ച് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അത് അവൻ അറിഞ്ഞോ അറിയാതെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവർ കാണിക്കുന്ന എന്താണ് സത്യം പറഞ്ഞാൽ പുറത്തു വന്നാൽ മനസ്സിലാവും. പിന്നെ ശരണ്യ ഈ പറയുന്ന മുടിയൻ ഒന്നും പ്രത്യേകിച്ച് പറയാനല്ല, സ്വന്തമായിട്ട് ഒരു തീരുമാനം പറയാനോ സ്വന്തമായിട്ട് ഒരു 10 മിനിറ്റ് ഒരാളോട് ഒരു കാരണത്തോടു കൂടി ഒരു കാര്യം സംസാരിച്ച് നിൽക്കാൻ പാകത്തിലുള്ള വ്യക്തികളല്ല. അത് ഇന്നൊരു ബിഗ് ബോസ് കോടതി എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊടുത്തപ്പോഴത്തേക്കും ആ കോടതിയിൽ എല്ലാവരും മോഡറേറ്ററായിട്ട് നിന്ന് ശരണ്യായിരുന്നു. ആ ശരണ്യയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് പാളിച്ച് സംഭവിച്ചതെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ മുടിയനെ സംബന്ധിച്ച് നമുക്ക് അറിയാം, അപ്പം മറ്റേ കീ അല്ല, അവർ ചെറിയ 50 ദിവസം മുട്ടായി, ആ ഒരു സെറ്റപ്പ്, അവർ മുട്ടായി മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എന്ത് വേണ്ടി ചെയ്യും. പിന്നെ കള്ളത്തരം ഏതാ ചതി നല്ലത് ഏതാന്ന് തിരിച്ചറിയാൻ അറിയത്തില്ല. ഇപ്പൊ അവനറിയാവുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും പറയണം, അത് വിശ്വസിച്ച് അവനെ പോയി തല്ലും. ആ ഒരു രീതിയിലുള്ള ഒരു മെന്റാലിറ്റിയാണ്. പിന്നെ അൻസിബ ഓക്കെ ഒരു അതായത് മുന്നോട്ട് വരട്ടെ, ഇനി മുന്നോട്ട് വരാനുണ്ട്, ഒരുപാട് മുന്നോട്ട് വരാനുണ്ട്. ഈ അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും സിബിൻ എന്തെങ്കിലും ഒരു ദിവസം തിരിഞ്ഞു കഴിഞ്ഞാൽ സിബിനെതിരെ നിൽക്കും. കാരണം അൻസിബയ്ക്ക് കൃത്യമായ പോയിന്റ് ഉണ്ട്. ഇപ്പം സിബിന്റെ കളി നിങ്ങൾ നോക്കിയാൽ സിബിൻ കോർണർ ചെയ്യുന്നതിനകത്ത് അൻസിബയെ കോർണർ ചെയ്യത്തില്ല, അർജുനെ കോർണർ ചെയ്യത്തില്ല, അർജുനുമായിട്ട് മിണ്ടുന്ന പോലും നമ്മൾ കാണുന്നില്ല. അർജുനെ ഒരിക്കലും കോർണർ ചെയ്യത്തില്ല ഉടനെ.
ഇവനെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവന്റെ കൂടെ നിൽക്കുന്ന ശരണ്യ, ശ്രീതു, കുറച്ച് പെൺപടയുടെ ഒക്കെ സപ്പോർട്ട് പോകും അർജുനെ. കാരണം അർജുനെ ഇവർക്കെല്ലാം ഇച്ചിരി കാര്യമാണ്. അൻസിബെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൻ കൂടെ നിന്ന് വിഷയം ഉണ്ടാക്കും. അങ്ങനെ പല വ്യക്തികളും അവരോട് താല്പര്യമുള്ള വ്യക്തികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അവന്റെ കോർണറിങ് എല്ലാവർക്കും ഹേറ്റുള്ള ഒരു ഭാഗത്തേക്ക് മാത്രമാക്കി. കാരണം അവരാണ് കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് കണ്ടന്റ് കൊടുക്കുന്നത്. അവർ അവരുടെ തോന്നിയ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മറ്റുള്ളവരിലേക്ക് ഒരു കാര്യം ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര മണ്ടത്തരവാ ഇവർ ഈ പറയുന്നത്. അപ്പൊ ഇവർ ഈ കാണിക്കുന്നതും ഈ രണ്ട് വ്യക്തികളുടെ കോണ്ടന്റ് വെച്ച് തന്നെ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത്, അതായത് ഈ പറയുന്നത് ഗബ്രി, ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് വെച്ച് തന്നെ ഇവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കതുകൊണ്ട് പുതിയൊരു പവർ ടീം വന്നിട്ട് ഒരു കോണ്ടന്റ് മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല. പവർ എന്താണ്, പവർ എങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ കാണിച്ചു തരുന്ന ആ ഒരു രീതിയിലുള്ള മാറ്റം മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ.